ക്ലാസിഫിക്കേഷൻ ഓഫ് എൻജിൻ പാർട്ട് 4 നോക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇതിൽ നോക്കിയിരിക്കുന്നത് 2 സ്ട്രോക്ക് എൻജിനെ കുറിച്ചായിരുന്നു. 2 സ്ട്രോക്ക് എൻജിൻ്റെ 2 സ്ട്രോക്കുകൾ, അപ്വേർഡ് സ്ട്രോക്കും ഡൗൺവേർഡ് സ്ട്രോക്കും നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൻ്റെ വർക്കിംഗ് അത്രയും നോക്കി. ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ അതിൽ വരുന്നത് 4 സ്ട്രോക്ക് എൻജിനാണ്. ഇപ്പോൾ ഇതാണ് 4 സ്ട്രോക്ക് എൻജിൻ്റെ ഒരു ഏകദേശ രൂപം എന്ന് പറയുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയാണെങ്കിൽ, ഈ കാണുന്ന ഈ വൈറ്റ് കളറാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ഇത് കണക്റ്റിംഗ് റോഡ്. കണക്റ്റിംഗ് റോഡിൻ്റെ വലിയൊരു ഭാഗവും ഒരു ചെറിയ ഭാഗം ഉണ്ടായിരിക്കും, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് പിസ്റ്റൺ, ഇത് എൻജിൻ്റെ ബ്ലോക്കാണ്, ഇത് എൻജിൻ്റെ ഹെഡാണ്. എൻജിൻ്റെ ഹെഡിലുള്ളത് ഒരു വാൽവ് ഇവിടെ ഉണ്ട്, ഒരു വാൽവ് ഇവിടെയുണ്ട്. ഇതിൽ ഒരു ഇടയ്ക്കായി കാണുന്ന എന്താണ്, ഒരു സ്പാർക്ക് പ്ലഗ് പണിയുന്നത്. ഇത് പെട്രോൾ എൻജിനാണ്. ഇത് എക്സോസ്റ്റ് വാൽവാണ്, ഇത് ഇൻലെറ്റ് വാൽവാണ്. ക്രാങ്ക് ഷാഫ്റ്റിനെ കവർ ചെയ്തുകൊണ്ട് ക്രാങ്ക് കേസ് ഉണ്ട്. ഇത്രയാണ് നമുക്ക് ഇതിൽ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ കാണുന്നത്. 2 സ്ട്രോക്ക് എൻജിനുമായിട്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് പറയുകയാണെങ്കിൽ, 2 സ്ട്രോക്ക് എൻജിനിൽ പോർട്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇവിടെ അത് തുറക്കാനും അടയ്ക്കാനുമായിട്ട് 2 വാൽവുകളുമുണ്ട്. ഇതിപ്പോൾ എക്സോസ്റ്റ് വാൽവ്, ഇത് ഇൻലെറ്റ് വാൽവ്. ഈ വാൽവുകളെ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്യാം മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസം നമുക്ക് വിശദമായി പഠിക്കാറുള്ളതുകൊണ്ട് ഇപ്പോൾ പറയുന്നില്ല. അപ്പോൾ അതിനൊരു മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. ഇതിനെന്താണ്, 4 സ്ട്രോക്ക് എൻജിൻസിൽ വാൽവുകളുണ്ട്, 2 സ്ട്രോക്ക് എൻജിനിൽ വാൽവുകൾ ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് 4 സ്ട്രോക്ക് എൻജിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ദ വർക്കിംഗ് സൈക്കിൾ കംപ്ലീറ്റ്സ് ഇൻ 4 സ്ട്രോക്സ് ഓഫ് പിസ്റ്റൺ ഓർ ഇൻ 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ്. നേരത്തെ പറഞ്ഞ സൈക്കിൾ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് 4 സ്ട്രോക്കിലാണ്. പിസ്റ്റൺ 4 പ്രാവശ്യം മൂവ് ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെ 4 പ്രാവശ്യം 4 സ്ട്രോക്ക് കഴിയുമ്പോൾ 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റും ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഓരോ സൈക്കിളിലെ പ്രോസസ്സുകളും നമ്മൾ 4 പ്രോസസ്സുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എയർ ഫ്യൂൽ ഉള്ളിലേക്ക് വരുന്നു, എയർ ഫ്യൂലിനെ കംപ്രസ് ചെയ്യുന്നു, എയർ ഫ്യൂൽ മിക്സറിനെ ഇഗ്നൈറ്റ് ചെയ്യുന്നു, കത്തിക്കഴിഞ്ഞാൽ എക്സോസ്റ്റ് ഗ്യാസിനെ പുറന്തള്ളുന്നു. ഈ 4 പ്രോസസ്സുകളും സെപ്പറേറ്റ് സ്ട്രോക്കുകളാക്കിയിട്ടാണ് ഈ 4 സ്ട്രോക്ക് എൻജിനിൽ വർക്ക് ചെയ്യുക. 4 സ്ട്രോക്ക് ഉണ്ട്, 4 പ്രോസസ് ഉണ്ട്. അപ്പോൾ ഓരോ പ്രോസസ്സിനും ഓരോ സ്ട്രോക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് 4 സ്ട്രോക്കുകൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തത് ഇൻടേക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്ക് എന്ന് പറയും. രണ്ടാമത്തെ കംപ്രഷൻ സ്ട്രോക്ക്, മൂന്നാമത്തെ കംപ്രഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ പവർ സ്ട്രോക്ക് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സ്ട്രോക്ക്, അങ്ങനെ പല പേരുകളിൽ പറയാറുണ്ട്. നാലാമത്തെ അവസാനം എക്സോസ്റ്റ് സ്ട്രോക്ക്. അപ്പോൾ ഇതിൽ ഈ ചിത്രം ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ, ഇതൊന്ന് കറങ്ങി വരട്ടെ. ഇതിപ്പോൾ നടക്കുന്നത് എക്സോസ്റ്റ് സ്ട്രോക്കാണ്. പിസ്റ്റൺ നോക്കൂ, ഇവിടെ ഈ വാൽവ്, അതായത് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയി. ഇത് കാണുന്ന നീല കളർ എന്ന് പറയുന്നത് എയർ ഫ്യൂൽ മിക്സ്ചറാണ്. ആ എയർ ഫ്യൂൽ മിക്സ്ചർ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ പിസ്റ്റൺ മൂവ് ചെയ്യുന്ന കാണുന്നുണ്ടല്ലോ, പിസ്റ്റൺ മൂവ് ചെയ്ത് ഇപ്പോൾ BDC എത്തി. അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് നമുക്ക് നോക്കാം. പിസ്റ്റൺ TDCയിൽ നിന്നും BDCയിലേക്ക് വരുമ്പോൾ ആ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയി, അതുവഴി പുതിയ എയർ ഫ്യൂൽ മിക്സ്ചർ സിലിണ്ടറിനുള്ളിൽ ഫില്ലായി. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ വീണ്ടും പിസ്റ്റൺ മുകളിലേക്ക് പോവുകയാണ്. മുകളിലേക്ക് പോയപ്പോൾ സംഭവിച്ചത് എന്താണ്, ആ കാണുന്ന ഇൻലെറ്റ് വാൽവ് അടഞ്ഞു. പിസ്റ്റൺ മുകളിലേക്ക് പോകുന്നതനുസരിച്ച് അപ്പോൾ എന്ത് ചെയ്യും, ആ സംഭവം കംപ്രസ് ആയിക്കൊണ്ടേയിരിക്കുന്നു. കംപ്രസ്സായി, ഇപ്പോൾ മാക്സിമം കംപ്രസ്സായി. ഈ ചെറിയ ഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ എന്തുള്ളത്, ഫ്യൂവല് എയർ മിക്സ്ചർ അടങ്ങിയിരിക്കുന്നത്. അടുത്ത സ്ട്രോക്കിൽ സംഭവിക്കുന്നതാണ്, ഇപ്പോൾ അത് ഇഗ്നൈറ്റ് ചെയ്തു. ഇവിടെ ഈ സ്പാർക്ക് കൊടുത്തിട്ട് ആ എയർ ഫ്യൂൽ മിക്സറിനെ ഇഗ്നൈറ്റ് ചെയ്തു. ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ആ എയർ ഫ്യൂൽ മിക്സർ കത്തിയിട്ട് അതിൻ്റെ പ്രഷർ ഇൻക്രീസ് ആവും. ആ ഇൻക്രീസ് ആവുന്ന പ്രഷർ അനുസരിച്ച് പിസ്റ്റനെ അതെന്ത് ചെയ്യും, താഴത്തേക്ക് ആക്കി വരും. അപ്പോൾ പിസ്റ്റൺ താഴത്തേക്ക് എത്തി. ഇനി അടുത്ത മുകളിലേക്ക് പോകുമ്പോൾ ഈ കാണുന്ന എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആവുകയും ആ എക്സോസ്റ്റ് പോർട്ട് വഴി കത്തിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള ഗ്യാസ് പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി നോക്കാം. ഇൻലെറ്റ് വാൽവ് തുറന്നു, ഉള്ളിലേക്ക് കയറി വന്നു, ഇൻലെറ്റ് വാൽവ് അടഞ്ഞു. പിസ്റ്റൺ മുകളിലേക്ക് പോകുമ്പോൾ എയർ ഫ്യൂൽ മിക്സർ കംപ്രസ്സായി. ഏറ്റവും മുകളിലെത്തിയപ്പോൾ അത് കത്തിച്ചു സ്പാർക്ക് പ്ലഗ് ഉപയോഗിച്ച്. അപ്പോൾ ഉണ്ടായ പ്രഷർ ഡിഫറൻസ് ആണ് പിസ്റ്റൺ താഴത്തേക്ക് നീങ്ങി. അടുത്ത സ്ട്രോക്കിൽ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിട്ട് ആ എക്സോസ്റ്റ് ഗ്യാസ് പുറത്തേക്ക് പോയി. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ ഈ വാൽവിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു വാൽവ് മെക്കാനിസം ഉപയോഗിക്കുന്നുണ്ട്. അത് 2 സ്ട്രോക്ക് എഞ്ചിനിൽ ഉണ്ടായിരുന്നില്ല. അതൊരു ബുദ്ധിമുട്ടാണ്, കാരണം ഇത് കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ ആയി. കാരണം നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോൾ ഇട്ടാൽ മതിയായിരുന്നു. ഇപ്പോൾ അത് വാൽവും ആ വാൽവിനെ കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസം വേണം. അപ്പോൾ ഡിസൈൻ ഒന്നുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ് മറ്റേതിനെ അപേക്ഷിച്ച്, 2 സ്ട്രോക്കിനെ അപേക്ഷിച്ച്. അങ്ങനെ ഈ മൂവ് ചെയ്യുന്നു, 2 വാൽവുകൾ മൂവ് ചെയ്യുന്നുണ്ട്, ഇവിടെ ക്യാം ഷാഫ്റ്റ് മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ മെക്കാനിസം ഒക്കെ മൂവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ച് എനർജി വേസ്റ്റ് വരുന്നുണ്ട് ഈ ഫ്രിക്ഷൻ ഒക്കെ ആക്കാൻ വേണ്ടി. കാരണം മൂവ് ചെയ്യുന്ന എന്ത് ഭാഗത്തിനും ഫ്രിക്ഷൻ ഉണ്ടായിരിക്കും. ആ ഫ്രിക്ഷൻ ഇവിടെ അധികമായിട്ട് വരുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ സ്ട്രോക്കുകളും എക്സ്പ്ലെയിൻ ചെയ്ത് നോക്കാം. ഇതാണ് നമുക്ക് കാണിച്ചിരിക്കുന്ന ആ 4 സ്ട്രോക്കുകളുടെ ചിത്രം സെപ്പറേറ്റ് ആയി കാണിച്ചിട്ടുണ്ട്. ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഇൻടേക്ക് സ്ട്രോക്ക്, ഇൻടേക്ക് പോർട്ട്. ഇത് എക്സോസ്റ്റ് പോർട്ട്, ഇത് അതിൻ്റെ വാൽവ് മെക്കാനിസം ആണ്. സെൻറ്ററിൽ കാണുന്നത് സ്പാർക്ക് പ്ലഗ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻടേക്ക് സ്ട്രോക്കിൽ സംഭവിക്കുന്നത് എന്താണ്, ഈ വാൽവ് ഓപ്പൺ ആയി, ഇൻടേക്ക് വാൽവ് ഓപ്പൺ ആയിട്ട് പുതിയ എയർ ഫ്യൂൽ മിക്സ്ചർ ഇതിനകത്തേക്ക് കയറി വന്നു. ആ സമയത്ത് പിസ്റ്റൺ താഴത്തേക്ക് പോകുമായിരുന്നു. അതിനുശേഷം പിസ്റ്റൺ താഴെ എത്തി തിരിച്ച് മുകളിലേക്ക് പോകുന്ന സമയത്ത് 2 വാൽവും ക്ലോസ് ആണ്. അപ്പോൾ ഉള്ളിലുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ കംപ്രസ് ആയി. ഏറ്റവും മുകളിൽ വെച്ചിട്ട് ആ എയർ ഫ്യൂൽ മിക്സ്ചറിനെ സ്പാർക്ക് കൊടുത്ത് ഇഗ്നൈറ്റ് ചെയ്തപ്പോൾ ഉണ്ടായ പ്രഷർ ഡിഫറൻസ് ആണ് പിസ്റ്റൺ താഴത്തേക്ക് വരുന്നു. അവസാനം പിസ്റ്റൺ വീണ്ടും മുകളിലേക്ക് പോകുമ്പോൾ ഈ എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആക്കി കത്തിക്കഴിഞ്ഞ ഗ്യാസ് പുറത്തേക്ക് പോയി. ഒന്നുകൂടി കാണിച്ചു എന്നേ ഉള്ളൂ. ഈ ചിത്രത്തിൽ കാണിച്ചു തന്നെയാണ് ഇത് സെപ്പറേറ്റ് ആയി കാണിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോ സ്ട്രോക്കിലും എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ, ഒന്നാമത്തേത് ഇൻടേക്ക് അല്ലെങ്കിൽ സക്ഷൻ സ്ട്രോക്ക്. സക്ഷൻ സ്ട്രോക്കിൽ സംഭവിക്കുക പിസ്റ്റൺ മൂവ് ഡൗൺവേർഡ് ഫ്രം TDC ടു BDC. പിസ്റ്റൺ TDCയിൽ നിന്ന്, അതായത് മുകളിൽ നിന്ന് താഴത്തേക്ക് മൂവ് ചെയ്യുകയാണ്. ആ സമയത്ത് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും. ഈ കാണുന്നതാണ് ഇൻലെറ്റ് വാൽവ്, ഈ കാണുന്നത് എക്സോസ്റ്റ് വാൽവ് ആണ്. അതായത് എക്സോസ്റ്റ് വാൽവ് ഇവിടെ ക്ലോസ് ആണ്. പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആണ്, എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആണ്. ഇതൊക്കെ നിങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം. കാരണം ഓരോ സ്ട്രോക്കിലും ഏതൊക്കെ വാൽവ് ആണ് ഓപ്പൺ, ഏതൊക്കെ വാൽവ് ക്ലോസ് ആണ്, പിസ്റ്റൺ എവിടെ നിന്ന് എവിടേക്ക് മൂവ് ചെയ്യുന്നു, ഇത് മൂന്നും എല്ലാ സ്ട്രോക്കുകളിലും സെപ്പറേറ്റ് ആയി പഠിച്ചിരിക്കണം. അപ്പോൾ ഈ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴത്തേക്ക് വന്നു TDC നിന്ന് BDCയിലേക്ക് പോകുമ്പോൾ ഇവിടെ സ്ഥലം കൂടി, ഈ സ്പേസ് കൂടി ഉണ്ടാവുമല്ലോ. ആ സ്പേസ് കൂടുമ്പോൾ ആ ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു വാക്വം രൂപപ്പെടും. നമ്മൾ സിറിഞ്ച് പിടിച്ച് പുറകിലേക്ക് വലിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരു ഒന്നുമില്ലാത്തൊരവസ്ഥ ഉണ്ടാവുമല്ലോ, സിറിഞ്ചിൻ്റെ ഉള്ളിൽ അടച്ചു പിടിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ. അപ്പോൾ ആ ഒരു ഒന്നുമില്ലാത്ത അവസ്ഥ ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യും, പുറത്തുനിന്ന് സിറിഞ്ചിൻ്റെ ഉള്ളിലേക്ക് എയർ കയറി വരും. അതുപോലെ ഇവിടെ ഇതൊരു സിറിഞ്ചായി കൂട്ടിയാൽ മതി. പിസ്റ്റൺ താഴത്തേക്ക് വരുമ്പോൾ ഈ ഇത് വഴി എയർ ഫ്യൂൽ മിക്സ്ചർ ഉള്ളിലേക്ക് കയറി വരും. എയർ ഫ്യൂൽ മിക്സ്ചർ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾക്ക് വരുന്ന വഴിക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഫ്രഷ് എയർ ഫ്യൂൽ മിക്സ്ചർ സിലിണ്ടറിനുള്ളിൽ കയറി വന്നിട്ടുണ്ട്. അത്രേ നമ്മൾ ഇൻടേക്ക് സ്ട്രോക്കിൽ നടക്കുന്നുള്ളൂ. ആ സമയം കൊണ്ട് ക്രാങ്ക് ഷാഫ്റ്റ് ഒരു 180 ഡിഗ്രി കറങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ സ്ട്രോക്കിൽ നമുക്ക് പ്രത്യേകിച്ച് പവർ ഉണ്ടാവുന്നൊന്നുമില്ല. പക്ഷേ ഈ പിസ്റ്റൺ താഴേക്ക് വരണമെങ്കിൽ കുറച്ച് പവർ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു എക്യുപ്മെന്റ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ഒരു കോമ്പണന്റ് ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. ഫ്ലൈ വീൽ എന്ന് പറഞ്ഞാൽ കുറച്ച് വെയിറ്റ് കൂടിയ ഒരു വീലാണ്. എഞ്ചിൻ്റെ സൈഡിലായിട്ട് ക്രാങ്ക് ഷാഫ്റ്റിൽ പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. ആ വീൽ ഒന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്ത് ചെയ്യും, കൈനറ്റിക് എനർജി സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കാനുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. എന്നാലും ഫ്ലൈ വീൽ എന്ത് ചെയ്യും, എനർജി സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ ഫ്ലൈ വീൽ സ്റ്റോർ ചെയ്ത എനർജി ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഇൻടേക്ക് സ്ട്രോക്കിൽ പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഫ്ലൈ വീൽ സ്റ്റോർ ചെയ്ത എനർജി ഉപയോഗിച്ചിട്ട് പിസ്റ്റൺ TDCയിൽ നിന്ന് BDCയിലേക്ക് മൂവ് ചെയ്യും. ആ സമയത്ത് ഇൻടേക്ക് വാൽവ് ഓപ്പൺ ആയിരിക്കും, എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ പിസ്റ്റന്റെ മൂവ്മെന്റ് കാരണം സിലിണ്ടറിന്റെ ഉള്ളിൽ ഒരു വാക്വം രൂപപ്പെടും. വാക്വം എന്ന് പറയുകയാണെങ്കിൽ ശൂന്യത, ഒരു ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥ ഉണ്ടാവും. ആ ഒഴിഞ്ഞിരിക്കുന്ന അവസ്ഥയിലേക്ക് പുറത്തു നിന്നും ഫ്രഷ് ആയിട്ടുള്ള എയർ ഫ്യൂൽ മിക്സ്ചർ ഉള്ളിലേക്ക് കയറി വരികയും ചെയ്യുന്നു. ഈ സമയം കൊണ്ട് ക്രാങ്ക് ഷാഫ്റ്റ് ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. കംപ്രഷൻ സ്ട്രോക്കിനെ കുറിച്ച് നോക്കാം. കംപ്രഷൻ സ്ട്രോക്കിൽ സംഭവിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ, ഒന്നാമത് സംഭവിക്കാൻ പോകുന്നത് പിസ്റ്റൺ മൂവ് ഡൗൺവേർഡ് ഫ്രം BDC ടു TDC. പിസ്റ്റൺ BDC താഴെ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും താഴ്ന്ന പോയിന്റ് ഇതാണ് BDC. ഇവിടെ നിന്ന് TDCയിലേക്ക് മൂവ് ചെയ്യും. ആ മൂവ് ചെയ്യാനുള്ള പവർ ഇവിടെ നിന്നാണ് വരിക. നേരത്തെ പറഞ്ഞ പോലെ ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്ത എനർജിയാണ് ഇവിടെ പിസ്റ്റനെ മൂവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ആ സമയത്ത് 2 വാൽവുകളും, ഇവിടെ ഇൻലെറ്റ് വാൽവ് ഉണ്ട്, അത് ക്ലോസ് ആണ്, എക്സോസ്റ്റ് വാൽവ് ഉണ്ട്, അതും ക്ലോസ് ആണ്. അപ്പോൾ പിസ്റ്റൺ ഇങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഇവിടെ നിൽക്കുന്ന ഏരിയ അല്ലെങ്കിൽ സ്പേസ് കുറവായിരിക്കും. പക്ഷേ ഗ്യാസിന് പുറത്തേക്ക് പോകാൻ വഴിയുമില്ല.
അപ്പോൾ ഉള്ള ഗ്യാസ് എന്ത് ചെയ്യും, ഞെരുങ്ങി നിൽക്കേണ്ടി വരും, കംപ്രസ് ആവും. അതിനാണ് നമ്മൾ കംപ്രസ് ആവുമെന്ന് പറയുക. അപ്പം അങ്ങനെ കംപ്രസ് ആവുമ്പോൾ എന്തുണ്ടാവും, പ്രഷർ ഇൻക്രീസ് ആവും. ആ പ്രഷർ ഏകദേശം 8 മുതൽ 13 ബാർ വരെ ആയിരിക്കും ഉണ്ടാവുക അവസാനം. അതായത് കംപ്രഷൻ ഏറ്റവും പിസ്റ്റൺ ഏകദേശം TDC എത്തുന്ന സമയത്തേക്ക് ഏകദേശം 8 മുതൽ 13 ബാർ വരെ കംപ്രഷൻ ഉണ്ടായിരിക്കും. ആ കംപ്രഷൻ പെട്രോൾ എഞ്ചിനും ഡീസൽ എഞ്ചിനും വ്യത്യാസം ഉണ്ടായിരിക്കും. ഡീസൽ എഞ്ചിനിൽ കൂടുതലും പെട്രോൾ എഞ്ചിനിൽ കുറവായിരിക്കും. അതൊക്കെ നമുക്ക് വിശദമായിട്ട് വരുന്ന വഴിക്ക് പഠിക്കാം. ഇപ്പോൾ അറിയാം 8 മുതൽ 13 ബാർ വരെ ആണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെ കംപ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചറും കൂടും. ഒരു ലോ ആണ്, അത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. പ്രഷർ കൂടുമ്പോൾ വോളിയം കുറയുമ്പോൾ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഹൈ ടെമ്പറേച്ചറും പ്രഷറും ആയിരിക്കുന്ന അവസ്ഥയിലാണ് ലാസ്റ്റ് TDCയിൽ പിസ്റ്റൺ നിൽക്കുന്നുണ്ടായിരിക്കുക. ലാസ്റ്റ് പിസ്റ്റൺ TDC എത്താറാവുന്നതിന് തൊട്ട് മുൻപ് തന്നെ നമ്മൾ ആ എയർ ഫ്യൂൽ മിക്സ്ചറിനെ ഇഗ്നൈറ്റ് ചെയ്യിക്കും. ഇഗ്നൈറ്റ് ചെയ്യാൻ 2 രീതിയിൽ ഉപയോഗിക്കാറുണ്ട്. പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ നമ്മൾ സ്പാർക്ക് കൊടുത്തിട്ട് ഇഗ്നൈറ്റ് ചെയ്യിക്കും. ഡീസൽ എഞ്ചിനിലാണെങ്കിൽ ഈ കംപ്രസ് ചെയ്യപ്പോൾ ഉണ്ടായ ടെമ്പറേച്ചർ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ, കംപ്രസ് ചെയ്യുന്നതനുസരിച്ച് ആ എയർ ഫ്യൂൽ മിക്സറിന്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ആ ടെമ്പറേച്ചർ കൊണ്ട് തന്നെ സെൽഫ് ഇഗ്നിഷൻ സംഭവിക്കാറുണ്ട്. അത് ഡീസലിൽ മാത്രം നടക്കുള്ളൂ, പെട്രോളിൽ സംഭവിക്കില്ല. പെട്രോളിൽ സംഭവിക്കാൻ നമ്മൾ സ്പാർക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ പെട്രോൾ എഞ്ചിനിലാണെങ്കിൽ സ്പാർക്ക് കൊടുക്കും, ഡീസൽ എഞ്ചിനിലാണെങ്കിൽ അതിൻ്റെ കംപ്രഷൻ ടെമ്പറേച്ചർ കൊണ്ട് അത് കത്തുന്നതാണ്. അപ്പോൾ ഇത്രയാണ് കംപ്രഷൻ സ്ട്രോക്കിൽ സംഭവിക്കുന്നത്. ക്രാങ്ക് ഷാഫ്റ്റ് ഏകദേശം 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പവർ ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പകരം ഫ്ലൈ വീലിൻ്റെ പവർ ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ കംപ്രഷൻ സ്ട്രോക്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പിസ്റ്റൺ താഴെ BDC നിന്നും TDCയിലേക്ക് മൂവ് ചെയ്യും. അതിനുള്ള എനർജി എടുക്കുന്നത് ഫ്ലൈ വീലിൽ നിന്നാണ്. ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആയിരിക്കും, എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആയിരിക്കും. പിസ്റ്റൺ മുകളിലേക്ക് മൂവ് ചെയ്യുന്നതനുസരിച്ച് അതിൻ്റെ സിലിണ്ടറിനുള്ളിലെ വോളിയം കുറഞ്ഞു വരികയും അതിൻ്റെ ഉള്ളിലെ ഗ്യാസ് കംപ്രസ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെ കംപ്രസ് ചെയ്തിട്ടുണ്ടാവുന്ന പ്രഷർ എന്ന് പറയുന്നത് ഏകദേശം 8 മുതൽ 13 ബാർ വരെ ആയിരിക്കും കംപ്രഷൻ്റെ അവസാനമായിട്ട്. ഈ കംപ്രഷൻ കാരണം ടെമ്പറേച്ചറും ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന എയർ ഫ്യൂൽ മിക്സ്ചറിനെ, അല്ലെങ്കിൽ കംപ്രസ് ആയിരിക്കുന്ന എയർ ഫ്യൂൽ മിക്സ്ചറിനെ നമ്മൾ ഒന്നുകിൽ സ്പാർക്ക് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ആ സെൽഫ് ഇരിക്കുന്ന ടെമ്പറേച്ചർ കാരണം, സെൽഫ് ഇഗ്നിഷൻ കാരണം കത്തിക്കും. അത് രണ്ട് ടൈപ്പ് എഞ്ചിനിലാണെങ്കിലാണ് അങ്ങനെയാണ് ഇഗ്നിഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ആ സമയം കൊണ്ട് ഏകദേശം 180 ഡിഗ്രി ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇതാണ് കംപ്രഷൻ സ്ട്രോക്കിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അടുത്ത സ്ട്രോക്കാണ് പവർ സ്ട്രോക്ക്. അതിന് വേറെ പേരാണ് എക്സ്പാൻഷൻ സ്ട്രോക്ക് അല്ലെങ്കിൽ കമ്പസ്റ്റൻ സ്ട്രോക്ക് എന്നൊക്കെ പറയാറുണ്ട്. ഈ ഒരു സ്ട്രോക്കിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയർ ഫ്യൂൽ മിക്സറിനെ കത്തിയത് കൊണ്ട് പവർ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പവർ സ്ട്രോക്ക് എന്ന് വിളിക്കുന്നത്. ആ എയർ ഫ്യൂൽ മിക്സർ കത്തുമ്പോൾ അത് എന്ത് ചെയ്യും, ഉണ്ടാകുന്ന ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോഴാണ് പിസ്റ്റൺ താഴത്തേക്ക് വരിക. അതുകൊണ്ടാണ് എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് വിളിക്കുക. അപ്പോൾ എന്തൊക്കെയാണ് വിളിക്കാൻ കാരണം, കമ്പഷൻ നടക്കുന്നതുകൊണ്ട്, അതായത് എയർ ഫ്യൂൽ മിക്സർ കത്തുന്നത് കൊണ്ട് അതിനെ കമ്പഷൻ സ്ട്രോക്ക് എന്ന് വിളിക്കും. ആ കത്തുന്ന ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യും. അതൊരു കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എക്സ്പാൻഡ് ചെയ്യുന്നത് കൊണ്ട് അതിനെ എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് വിളിക്കും. ഈ ഒരു സ്ട്രോക്കിലാണ് പിസ്റ്റണിൻ്റെ ഉള്ളിൽ നിന്നും പവർ പുറത്തേക്ക് വരുന്നത്. ബാക്കിയുള്ള സമയത്തൊക്കെ പിസ്റ്റൺ മൂവ് ചെയ്യാനുള്ള പവർ അങ്ങോട്ട് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇവിടെ പിസ്റ്റൺ സ്വയം മൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ പവർ സ്ട്രോക്ക് എന്നും വിളിക്കുന്നുണ്ട്. ഇനി ഇവിടെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ക്ലോസ് തന്നെയായിരിക്കും. പിസ്റ്റൺ എവിടെ നിന്നാണ് മൂവ് ചെയ്യുക, പിസ്റ്റൺ TDC നിന്ന് BDCയിലേക്കാണ് മൂവ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് മൂവ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞു കംപ്രഷൻ സ്ട്രോക്കിൻ്റെ അവസാന ഭാഗത്തായിട്ട് നമ്മൾ സ്പാർക്ക് കൊടുത്തിട്ടോ അല്ലെങ്കിൽ സെൽഫ് ഇഗ്നിഷൻ കാരണമോ എയർ ഫ്യൂൽ മിക്സറിനെ ബേൺ ചെയ്യിക്കുന്നുണ്ട്. അങ്ങനെ ബേൺ ചെയ്യുന്ന ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും, പ്രഷർ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആ ഗ്യാസ് എന്ത് ചെയ്യും, എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും. ആ പ്രഷർ എന്ന് പറയുന്നത് ഏകദേശം 60 ബാറിൻ്റെ അടുത്ത് വരുന്നുണ്ട്. 60 ബാർ എന്ന് പറഞ്ഞാൽ നേരത്തെ ഉണ്ടായിരുന്നത് 13 ബാർ വരെയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ ഏകദേശം 5-6 ഇരട്ടിയൊക്കെ എത്തി. ആ 5-6 ഇരട്ടി പ്രഷറുള്ളത് കാരണം എന്ത് ചെയ്യും, പിസ്റ്റനെ അത് മുകളിൽ നിന്ന് താഴത്തേക്ക് തള്ളും. ഇവിടെ ഉണ്ടായിരുന്ന ഗ്യാസ് ആണെങ്കിൽ 60 ബാർ ഉണ്ടായിരുന്നു. ഈ കത്തി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഗ്യാസിന് 60 ബാർ പ്രഷർ ഉണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യും, അത് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കും. പ്രഷർ താങ്ങാൻ ശ്രമിക്കാതെ അത് എക്സ്പാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ആ പിസ്റ്റനെ അത് താഴത്തേക്ക് തള്ളും. അതായത് ഹെഡിൻ്റെ ഭാഗത്തുനിന്ന് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ സൈഡിലേക്ക് അതിനെ തള്ളിവിടാൻ ശ്രമിക്കും. അങ്ങനെയാണ് പിസ്റ്റൺ TDC നിന്ന് BDCയിലേക്ക് മൂവ് ചെയ്യുന്നത്. അവസാനം ഏകദേശം താഴെ എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രഷർ ഏകദേശം 4 ബാറൊക്കെ എത്തിയിട്ടുണ്ടായിരിക്കും. ഈ സമയം കൊണ്ട് ഏകദേശം ക്രാങ്ക് ഷാഫ്റ്റ് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട അറിയേണ്ട ഒരു കാര്യം എന്താണ്, ഈ ഒരു സ്ട്രോക്കിൽ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പവർ ഉൽപ്പാദിപ്പിക്കുന്നത്. ബാക്കിയുള്ള സമയത്തൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്ത എനർജി ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്, പവർ ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ ഇപ്പോൾ ഉണ്ടാവുന്ന പവറിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുക, ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്തിട്ട് ബാക്കി സമയത്തേക്കെല്ലാം കൊടുക്കുന്നത്.
ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഇൻലെറ്റ് വാൽവും എക്സോസ്റ്റ് വാൽവും ക്ലോസ് ആണ്. നേരത്തെ പറഞ്ഞ ഇഗ്നിഷൻ കാരണം ഉണ്ടായ ഗ്യാസിൻ്റെ ബേണിംഗ് കാരണം പ്രഷർ ഏകദേശം 60 ബാർ വരെ കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ പിസ്റ്റനെ അത് സിലിണ്ടർ ഹെഡിൻ്റെ ഭാഗത്ത് നിന്നും താഴത്തേക്ക് തള്ളാൻ തുടങ്ങും. അങ്ങനെ തള്ളുമ്പോൾ പിസ്റ്റൺ ടി ഡി സിന്ന് ബി ഡി സിയിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ അതിൻ്റെ പ്രഷർ കുറഞ്ഞ് ഏകദേശം 4 ബാർ വരെ എത്താറുണ്ട്. ഈ സമയം കൊണ്ട് ക്രാങ്ക് ഷാഫ്റ്റ് ഒരു 180 ഡിഗ്രി കൂടി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സ്ട്രോക്കിൽ മാത്രമാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എൻജിൻ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ട്രോക്ക് എന്ന് പറയുന്നത് പവർ സ്ട്രോക്കിലാണ്. ബാക്കിയുള്ള സമയത്തെല്ലാം എൻജിൻ പവർ ഉള്ളിലേക്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഉണ്ടാവുന്ന പവറിൻ്റെ ഒരു ഭാഗം ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നുണ്ട്. കാരണം ബാക്കി ഇൻടേക്ക്, കംപ്രഷൻ, എക്സോസ്റ്റിലെല്ലാം ഉപയോഗിക്കുന്നത് ഈ ഫ്ലൈ വീലിൽ ഇപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള പവറാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അവസാനത്തെ സ്ട്രോക്ക് ആയിട്ടുള്ള എക്സോസ്റ്റ് സ്ട്രോക്കാണ്. എക്സോസ്റ്റ് സ്ട്രോക്കിൽ പിസ്റ്റൺ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പിസ്റ്റൺ ബി ഡി സിയിലായിരിക്കും. ആ സമയത്ത് പിസ്റ്റൻ്റെ മുകളിലുള്ള ഏരിയ, അതായത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ കത്തിക്കഴിഞ്ഞ എക്സോസ്റ്റ് ഗ്യാസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആയിരിക്കും, എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും. ഈ കാണുന്ന ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആണ്, ഈ കാണുന്ന എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആണ്. പിസ്റ്റൺ ബി ഡി സിന്ന് ടി ഡി സിയിലേക്ക് മൂവ് ചെയ്യുന്നു. കാരണം അത് എന്തുകൊണ്ടാണ്? ഫ്ലൈ വീൽ ഉപയോഗിക്കുന്ന എനർജി ഉപയോഗിച്ച് പിസ്റ്റൺ ബി ഡി സിയിൽ നിന്ന് ടി ഡി സിയിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ഈ കൂടി നിൽക്കുന്ന ഈ സിലിണ്ടറിനുള്ളിൽ ഇപ്പോഴുള്ള എക്സോസ്റ്റ് ഗ്യാസ് എന്ത് ചെയ്യും? ഈ പോർട്ട് വഴി പുറത്തേക്ക് പോകും. അത് അറ്റ്മോസ്ഫിയറിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അറ്റ്മോസ്ഫിയറിൻ്റെ പ്രഷറും ഇവിടുത്തെ പ്രഷറും ഏകദേശം ഈക്വൽ ആയിരിക്കും. ആ സമയം കൊണ്ട് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് ഏകദേശം 180 ഡിഗ്രി തിരിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുമ്പോൾ നോക്കുകയാണെങ്കിൽ പിസ്റ്റൺ ബി ഡി സിയിൽ നിന്നും ടി ഡി സിയിലേക്ക് മൂവ് ചെയ്യും. ആ സമയത്ത് ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആണ്, എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആണ്. പിസ്റ്റൺ അപ്വേർഡ് മോഷൻ ആയതുകൊണ്ട് തന്നെ ആ പിസ്റ്റൻ്റെ മുകളിൽ അടങ്ങിയിരിക്കുന്ന എക്സോസ്റ്റ് ഗ്യാസ് എല്ലാം എക്സോസ്റ്റ് പോർട്ട് വഴി പുറത്തേക്ക് പോകും. അങ്ങനെ സിലിണ്ടറിൻ്റെ ഉള്ളിൽ ഏകദേശം അറ്റ്മോസ്ഫിയർ പ്രഷർ ആയിരിക്കും ഉണ്ടായിരിക്കുക. ആ സമയം കൊണ്ട് ക്രാങ്ക് ഷാഫ്റ്റ് ഏകദേശം 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. ഇവിടെ പവർ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല, പകരം ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്ത, അതായത് പവർ സ്ട്രോക്കിൽ ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്തിരുന്ന എനർജിയുടെ ഒരു ഭാഗം ഉപയോഗിച്ചിട്ടാണ് എക്സോസ്റ്റ് സ്ട്രോക്കിൽ പിസ്റ്റൺ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കണക്കൂട്ട് നോക്കുകയാണെങ്കിൽ ഇൻടേക്ക് സ്ട്രോക്കിൽ ക്രാങ്ക് ഷാഫ്റ്റ് ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, കംപ്രഷൻ സ്ട്രോക്കിൽ ഒരു 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, പവർ സ്ട്രോക്കിൽ ഒരു 180 ഉണ്ട്, എക്സോസ്റ്റ് സ്ട്രോക്കിലും 180 ഡിഗ്രി ഉണ്ട്. ടോട്ടലായിട്ട് 720 ഡിഗ്രി ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഈ 4 സ്ട്രോക്ക് കഴിഞ്ഞപ്പോഴത്തേക്കും ക്രാങ്ക് ഷാഫ്റ്റ് 720 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഏകദേശം 2 റൊട്ടേഷനാണ്, 2 റെവല്യൂഷനാണ് ഈ 720 ഡിഗ്രി പറയുന്നത്. 360 ഡിഗ്രിയാണ് ഒരു റെവല്യൂഷൻ. ഇത് 720 ഡിഗ്രി റെവല്യൂഷൻ എന്ന് പറയുന്നതുകൊണ്ട് തന്നെ അത് 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ആണ് കഴിഞ്ഞത്. അത് നമ്മൾ ആ 4 സ്ട്രോക്ക് തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഈ വാൽവ് തുറക്കുന്നു അടയ്ക്കുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ തുറക്കുക അടയ്ക്കുക എന്നൊന്നും പറയുന്നത് ഒരു സെക്കൻഡ് വെച്ച് നടക്കുന്ന പരിപാടിയല്ല. കാരണം ഇത് നമുക്ക് ക്യാം ഷാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ക്യാം ഷാഫ്റ്റ് മാത്രമല്ല മറ്റ് ഒരുപാട് മെക്കാനിസം വരുന്നുണ്ട്. അപ്പോൾ ആ മെക്കാനിസം ഒക്കെ വർക്ക് ചെയ്യാൻ കുറച്ച് സമയം ആവശ്യമുണ്ട്. ആ സമയവും എപ്പോഴാണ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ വാൽവ് ടൈമിംഗ് ഡയഗ്രാം എന്ന് പറയുന്ന ഒരു സെക്ഷൻ നമുക്ക് പഠിക്കാനുണ്ട്. ആ സമയത്ത് നമ്മൾ വാൽവ് എപ്പോഴാണ് ഓപ്പൺ ആവാൻ തുടങ്ങുന്നത്, എപ്പോഴാണ് ക്ലോസ് ആവുന്നത്, എത്ര സമയം ഓപ്പൺ ആയിരിക്കും, എത്ര സമയം ക്ലോസ് ആയിരിക്കും എന്നുള്ളതൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. അത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വണ്ടിയുടെ എഫിഷ്യൻസി ഈ വാൽവ് കൺട്രോളിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി നിങ്ങൾ ഈ 4 സ്ട്രോക്കിനെ കുറിച്ച് എഴുതുമ്പോൾ ഈ ചിത്രം വരയ്ക്കേണ്ട ആവശ്യമില്ല, പകരം ഈ 4 ചിത്രമാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ സക്ഷൻ സ്ട്രോക്കിന് ഹെഡിങ് കൊടുത്തിട്ട് വരയ്ക്കേണ്ട ചിത്രം ഇതാണ്. ഈ ചിത്രമല്ല വരയ്ക്കേണ്ടത്, പകരം ഈ ചിത്രം വരച്ചാൽ മതി. ഈ ചിത്രത്തിനകത്ത് കാണുന്ന ഒരു ലൈൻ പുറത്തുകൂടി വരയ്ക്കുന്നുണ്ട്, ഉള്ളിലൊരു പിസ്റ്റൺ വരയ്ക്കുന്നുണ്ട്, താഴത്തേക്കുള്ള ആരമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഈ വാൽവ് ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയി കാണിക്കുന്നു, എക്സോസ്റ്റ് വാൽവ് ക്ലോസ് ആണ്. ഈ സൈഡിലാണ് സ്പാർക്കിൾ കാണിച്ചിരിക്കുന്നത്. സ്പാർക്കിൾ സെന്ററിൽ വരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ കംപ്രഷൻ സ്ട്രോക്കിലാണെങ്കിൽ പിസ്റ്റൺ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, 2 വാൽവുകളും ക്ലോസ് ആയി കാണിക്കണം. പവർ സ്ട്രോക്കിൽ കാണിക്കുമ്പോൾ പിസ്റ്റൺ മുകളിൽ നിന്ന് താഴത്തേക്കാണ് വരുന്നത്, താഴത്തേക്കുള്ള ആരോ കാണിക്കണം, 2 വാൽവും ക്ലോസ് ആണ്. ഇവിടെ സ്പാർക്ക് കൊടുക്കുന്ന ചിത്രം, ഈ 4-5 ഡോട്ടഡ്സ് ഇട്ട് കഴിഞ്ഞാൽ സ്പാർക്ക് കൊടുക്കുന്ന ചിത്രമായി. അവസാനം എക്സോസ്റ്റ് സ്ട്രോക്കിൽ പിസ്റ്റൺ മുകളിലേക്ക് പോകുന്നതായി കാണിക്കണം, ഇൻലെറ്റ് വാൽവ് ക്ലോസ് ആയി കാണിക്കണം, എക്സോസ്റ്റ് വാൽവ് ഓപ്പൺ ആയി കാണിക്കണം. ഇതാണ് നിങ്ങൾ വരയ്ക്കേണ്ടത്. അപ്പോൾ ഈ 4 ചിത്രമാണ് നിങ്ങൾ ആ നോട്ടിൻ്റെ സൈഡിലായിട്ട് വരയ്ക്കേണ്ടത്, അല്ലാതെ ആ ചിത്രം വരയ്ക്കേണ്ടതില്ല. ഇനി നമുക്കറിയാനുള്ളത് 2 സ്ട്രോക്കിൻ്റെയും 4 സ്ട്രോക്കിൻ്റെയും ഡിഫറൻസുകളാണ്. 2 സ്ട്രോക്ക് എഞ്ചിൻ്റെയും 4 സ്ട്രോക്ക് എഞ്ചിൻ്റെയും ഡിഫറൻസ്. ഒന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എത്ര പ്രാവശ്യം ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്.
അപ്പോൾ 4 സ്ട്രോക്ക് എഞ്ചിനിൽ 2 പ്രാവശ്യം ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റെ സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നതെങ്കിൽ 2 സ്ട്രോക്ക് എഞ്ചിനിൽ 1 പ്രാവശ്യം ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതായത് 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തന്നെ സൈക്കിൾ കംപ്ലീറ്റ് ആവും. 2 സ്ട്രോക്ക് എഞ്ചിനിൽ 2 റെവല്യൂഷൻ 720 ഡിഗ്രിയാണ്. 4 സ്ട്രോക്ക് എഞ്ചിനിൽ 2 റെവല്യൂഷനും 720 ഡിഗ്രിയും ആണെങ്കിൽ 2 സ്ട്രോക്കിൽ 1 റെവല്യൂഷനും അല്ലെങ്കിൽ 360 ഡിഗ്രി ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേഷനുമാണ് വരുന്നത്. ഇനി 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ അടുത്ത ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ ഹെവി ഫ്ലൈ വീൽ ഈസ് റിക്വയർഡ്. എന്താണ് ഫ്ലൈ വീൽ? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഫ്ലൈ വീൽ എന്ന് പറയുന്നത് എനർജി സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ 4 സ്ട്രോക്ക് കഴിയുമ്പോഴാണ് 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഒരു പവർ സ്ട്രോക്ക് കിട്ടുന്നുള്ളൂ. 2 സ്ട്രോക്ക് എഞ്ചിനിലോ 2 സ്ട്രോക്ക് കഴിയുമ്പോൾ 1.5 വിട്ട് പവർ സ്ട്രോക്കിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എനർജി കൂടുതൽ സ്റ്റോർ ചെയ്യേണ്ടി വരെ 4 സ്ട്രോക്ക് എഞ്ചിനിലേക്ക്, കാരണം നമുക്ക് 3 സ്ട്രോക്കിനുള്ള എനർജി നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കണം. 2 സ്ട്രോക്ക് എഞ്ചിനിൽ 1 സ്ട്രോക്കിന് എനർജി സ്റ്റോർ ചെയ്താൽ മതി. അതുകൊണ്ട് തന്നെ ഹെവി ഫ്ലൈ വീൽ ആയിരിക്കും 4 സ്ട്രോക്ക് എഞ്ചിന് വേണ്ടി വരിക. 2 സ്ട്രോക്ക് എഞ്ചിന് ഫ്ലൈ വീല് കനം കുറഞ്ഞതായാലും കുഴപ്പമില്ല. അതിന് കാരണം ഞാൻ പറഞ്ഞിരുന്ന പോലെ തന്നെ ഫ്ലൈ വീലിൻ്റെ കനം അനുസരിച്ചാണ് അതിൽ എനർജി സ്റ്റോർ ചെയ്യുന്നത്. 4 സ്ട്രോക്ക് എഞ്ചിനിൽ 3 സ്ട്രോക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി നമ്മൾ ഫ്ലൈ വീലിൽ സ്റ്റോർ ചെയ്യണം. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ വലിയ ഫ്ലൈ വീല് വേണം. 2 സ്ട്രോക്ക് എഞ്ചിനിൽ 1 സ്ട്രോക്ക് കഴിഞ്ഞാൽ വീണ്ടും പവർ സ്ട്രോക്ക് വരുന്നുണ്ട്. അപ്പോൾ 1 സ്ട്രോക്കിനുള്ള എനർജി മാത്രം നമ്മൾ സ്റ്റോർ ചെയ്താൽ മതി. ആ സ്ട്രോക്കിനുള്ളതുകൊണ്ട് എനർജി കുറച്ച് മതി. പിന്നെ വരുന്ന അടുത്ത ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ 4 സ്ട്രോക്ക് എഞ്ചിൻ ഹെവി ആണ്, 2 സ്ട്രോക്ക് എഞ്ചിൻ ലൈറ്റർ ആണ്. എന്തുകൊണ്ടാണെന്ന് നോക്കുകയാണെങ്കിൽ കുറച്ച് മെക്കാനിസം ഒക്കെ കൂടുതലുണ്ട്. 2 സ്ട്രോക്ക് എഞ്ചിനിൽ വാൽവ് മെക്കാനിസം ഇല്ല, കൂളിംഗ് മെക്കാനിസം അധികം ആവശ്യം വരുന്നില്ല, ലൂബ്രിക്കേഷൻ മെക്കാനിസം സെപ്പറേറ്റ് ആവശ്യമില്ല. പക്ഷേ 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഇതെല്ലാം സെപ്പറേറ്റ് ആവശ്യമുണ്ട്. എന്തുകൊണ്ടാണ് കൂളിംഗ് ലൂബ്രിക്കേഷൻ സെപ്പറേറ്റ് വരുന്നത് നമുക്ക് നോക്കാം. വാൽവ് മെക്കാനിസം എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 സ്ട്രോക്ക് എഞ്ചിനിൽ വാൽവ് മെക്കാനിസം ഇല്ല, 4 സ്ട്രോക്ക് എഞ്ചിനിൽ വാൽവ് മെക്കാനിസം ഉണ്ട്. അപ്പോൾ ഈ മെക്കാനിസം ഒക്കെ ആഡ് ചെയ്യുന്നതനുസരിച്ച് എഞ്ചിൻ്റെ വെയിറ്റ് കൂടി വരും. വാൽവിൻ്റെ കനം കൂടുന്നുണ്ട്, വാൽവ് ഓടിക്കാൻ വേണ്ടിയുള്ള മെക്കാനിസം വേണം, അതായത് ഗിയർ മെക്കാനിസം അല്ലെങ്കിൽ ടൈമിംഗ് മെക്കാനിസം ആവശ്യമുണ്ട്. അതിനൊക്കെ കനം ഉണ്ടായിരിക്കും. അപ്പോൾ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ കനം കൂടുതലായിരിക്കും, 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ കനം കുറവായിരിക്കും. ഇപ്പോൾ പറഞ്ഞ അതേ കാര്യം ഒന്നുകൂടി നോക്കുകയാണെങ്കിൽ ഈ വാൽവ് മെക്കാനിസം, ലൂബ്രിക്കേഷൻ മെക്കാനിസം ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഡിസൈൻ ആയിരിക്കും. 2 സ്ട്രോക്ക് എഞ്ചിൽ അതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് അത് സിമ്പിൾ ഡിസൈൻ ആയിരിക്കും. ഇനി ഇതേ അതിനൊന്നുകൂടി പറയുകയാണെങ്കിൽ വാൽവ് മെക്കാനിസം ഈ ഒക്കെ ഉപയോഗിക്കുന്നത് എഞ്ചിൻ്റെ പവർ ഉപയോഗിച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് പവർ ഈ വാൽവിനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അവിടെയൊക്കെ ഫ്രിക്ഷൻ ആവശ്യം വരും. അതുകൊണ്ട് തന്നെ 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഫ്രിക്ഷണൽ ലോസ് കൂടുതലായിരിക്കും, 2 സ്ട്രോക്ക് എഞ്ചിനിൽ ഫ്രിക്ഷണൽ ലോസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എഫിഷ്യൻസി എപ്പോഴും 4 സ്ട്രോക്ക് എഞ്ചിനിൽ കുറവാണ് 2 സ്ട്രോക്ക് എഞ്ചിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ. അപ്പോൾ മെക്കാനിക്കൽ എഫിഷ്യൻസി കുറയുന്നത് 4 സ്ട്രോക്കിലാണ്, മെക്കാനിക്കൽ എഫിഷ്യൻസി കൂടുന്നത് 2 സ്ട്രോക്കിലാണ്. അടുത്ത ഡിഫറൻസ് എന്ന് പറയുകയാണെങ്കിൽ ഹൈ ഓവറോൾ എഫിഷ്യൻസി ഡ്യൂ ടു കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂവൽ. 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഫുൾ ഫ്യൂവലും കത്തുന്നുണ്ട്. അതിനൊരു കാരണം എന്താണെന്ന് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ കത്തുന്നതും ഈ കംപ്രഷൻ സ്ട്രോക്കും പവർ സ്ട്രോക്ക് അതിൻ്റെ എക്സോ സ്ട്രോക്ക്. പവർ സ്ട്രോക്കിൽ ഫ്യൂവൽ കത്തും, അത് കഴിഞ്ഞ് കത്തിക്കഴിഞ്ഞാൽ ഫ്യൂവൽ എക്സോ സ്ട്രോക്കിൽ പുറത്തു പോകും. അപ്പോൾ 2 സെപ്പറേറ്റ് സ്ട്രോക്കുകളായിട്ടാണ് എന്ത് ചെയ്യുന്നത് 4 സ്ട്രോക്ക് എഞ്ചിൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ 2 സ്ട്രോക്ക് എഞ്ചിനിൽ അങ്ങനെയല്ല. എയർ ഫ്യൂവൽ മിക്സർ ഉള്ളിലേക്ക് കയറി വരുന്ന അതേ സമയത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് എക്സോസ് ഗ്യാസ് പുറത്തേക്ക് വരുന്നത്. ഈ കയറി വരുന്ന അതേ സമയത്ത് തന്നെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ വരുന്ന കുറച്ചെണ്ണം എന്ത് ചെയ്യും, കത്താതെ പുറത്തേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓവറോൾ എഫിഷ്യൻസി എപ്പോഴും 4 സ്ട്രോക്ക് എഞ്ചിന് കൂടുതലായിരിക്കും. എന്തുകൊണ്ടാണ് ഫുൾ ഫ്യൂവലും കത്തുന്നത്. പക്ഷേ 2 സ്ട്രോക്ക് എഞ്ചിനിൽ എല്ലാ ഫ്യൂവലും കത്തിക്കൊള്ളുന്ന നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ അതിന് എഫിഷ്യൻസി കുറച്ച് കുറവായിരിക്കും. 4 സ്ട്രോക്ക് എഞ്ചിനിൽ ഫ്യൂവൽ കൺസംഷൻ കുറവാണ്, 2 സ്ട്രോക്ക് എഞ്ചിനിൽ ഫ്യൂവൽ കൺസംഷൻ കൂടുതലാണ്. ഫ്യൂവലിൻ്റെ ഉപയോഗം കുറവാണ് 4 സ്ട്രോക്കിൽ ഫ്യൂവലിൻ്റെ ഉപയോഗം കുറവാണ്, 2 സ്ട്രോക്കിൽ ഫ്യൂവലിൻ്റെ ഉപയോഗം കൂടുതലാണ്. ഇനി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 4 സ്ട്രോക്കിൽ വാൽവ് മെക്കാനിസം ആവശ്യമുണ്ട്, 2 സ്ട്രോക്കിൽ വാൽവ് മെക്കാനിസം ഇല്ല. 4 സ്ട്രോക്കിൽ നോയ്സ് കുറവാണ്, സൗണ്ട് കുറവായിരിക്കും, 2 സ്ട്രോക്കിൽ സൗണ്ട് കൂടുതലായിരിക്കും. നിങ്ങൾ വണ്ടി നോക്കിയാൽ മതി, RX 100 സൗണ്ട് കൂടുതലുണ്ടല്ലോ. പിന്നെ എഞ്ചിൻ റൺസ് കൂളർ. 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ എഞ്ചിൻ തണുത്തായിരിക്കും ഉണ്ടായിരിക്കുക മറ്റേതിനെ അപേക്ഷിച്ച്. പക്ഷേ 4 സ്ട്രോക്കിനെ അപേക്ഷിച്ച് 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ ടെമ്പറേച്ചർ വളരെ കൂടുതലായിരിക്കും. ഇതാണ് നമുക്ക് 10 ഡിഫറൻസ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഒന്നാമത് പറയുന്ന 4 സ്ട്രോക്ക് എഞ്ചിനെ പറയുകയാണെങ്കിൽ 4 സ്ട്രോക്ക് എഞ്ചിൻ 2 റെവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റിലാണ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക. ഹെവി ഫ്ലൈ വീൽ ആവശ്യമുണ്ട്, എഞ്ചിൻ ഹെവി ആയിരിക്കും, കോംപ്ലിക്കേറ്റഡ് ഡിസൈനാണ്, മെക്കാനിക്കൽ എഫിഷ്യൻസി കുറവാണ് ഫ്രിക്ഷൻ കാരണം, പിന്നെ കംപ്ലീറ്റ് കമ്പഷൻ ഓഫ് ഫ്യൂവൽ കാരണം ഓവറോൾ എഫിഷ്യൻസി കൂടുതലായിരിക്കും, ലോ ഫ്യൂവൽ കൺസംഷൻ ആണ്, വാൽവ് മെക്കാനിസം ആവശ്യമുണ്ട്, നോയ്സ് കുറവാണ്,
എൻജിൻ തണുത്തായിരിക്കും ഓടുന്നത്. എൻജിൻ റൺസ് കൂളർ. ഈ 2 സ്ട്രോക്ക് എഞ്ചിനെ കുറിച്ച് പറയുമ്പോൾ ഒരു റവല്യൂഷൻ ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് തന്നെ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. ഫ്ലൈ വീൽ ചെറുത് മതി, എഞ്ചിന്റെ കനം കുറവാണ്, ഡിസൈൻ സിമ്പിൾ ആണ്, മെക്കാനിക്കൽ എഫിഷ്യൻസി കൂടുതലാണ്. പക്ഷേ അൺബേൺഡ് ഗ്യാസ് എക്സോസ്റ്റ് ഗ്യാസുമായി മിക്സ് ആവാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരു അൺബേൺഡ് ഗ്യാസ് അല്ല, ഇത് എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ബേൺഡ് ഗ്യാസ് ആണ്. അതായത് കത്തിക്കഴിഞ്ഞ ഗ്യാസും എയർ ഫ്യൂൽ മിക്സറും തമ്മിൽ മിക്സ് ആവുന്നത് കൊണ്ട് ഓവറോൾ എഫിഷ്യൻസി കുറവായിരിക്കും, ഫ്യൂൽ കൺസംഷൻ കൂടുതലാണ്, വാൽവ് മെക്കാനിസം ആവശ്യമില്ല, നോയ്സ് അതായത് സൗണ്ട് കൂടുതലായിരിക്കും, എഞ്ചിന്റെ ടെമ്പറേച്ചറും കൂടുതലായിരിക്കും. ഇതാണ് നിങ്ങളുടെ 4 സ്ട്രോക്ക് എഞ്ചിന്റെയും 2 സ്ട്രോക്ക് എഞ്ചിന്റെയും ഡിഫറൻസ് ആയിട്ട് വരുന്ന 10 പോയിന്റ്. ഇനിയും ഡിഫറൻസ് ആവശ്യമുണ്ട്, പക്ഷെ നമുക്കൊരു 10 പോയിന്റ് നോട്ടിൽ എഴുതാനുള്ളത് ഇത് മതി.